നോക്കിയപ്പോ ഒരു പുഴു. ദൈവം പുഴുവിനോട് പറയുകയാണ്, യോനാന്റെ പുസ്തകം 4:7, ദൈവം നേരം പുലർന്നപ്പോൾ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. എങ്ങാണ്ടൂടെ പോയ പുഴുവാ. പുഴുവിനോട് പറഞ്ഞു, റൂട്ട് മാറുക, മരത്തിലോട്ട് കയറിക്കോളാം. കൈ കൊടുത്ത് പറഞ്ഞേ, തന്നെ വന്ന പുഴുവല്ല, കൊണ്ടുവന്ന പുഴുവാണ്. പറഞ്ഞേ, തന്നെ വന്ന പുഴുവല്ല, ദൈവം കൊണ്ടുവന്ന പുഴുവാണ്. ഹല്ലേലൂയ. ഈ പുഴുവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞോ? പുഴുവിനോട് കൽപ്പിക്കണമെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, ഈ പിശാച് എന്ന് പറയുന്ന കള്ളനില്ലേ, പിശാച് എന്ന് പറയുന്നവൻ, സാത്താൻ പോസ്റ്റ് പറയുന്നവൻ, ലൂസിഫർ വീണുപോയവൻ, ഈ പ്രപഞ്ചത്തിൽ അവനെ അനുസരിക്കുന്ന യാതൊരു സാധനമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന നായ നിങ്ങൾ പറയുന്നതാണോ കേൾക്കുന്നത്? അപ്പുറത്തെ ആ ചേട്ടൻ പറയുന്നതാണോ കേൾക്കുന്നത്? നിങ്ങൾ പറയുന്നതല്ലേ കേൾക്കുന്നത്? കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് നസ്രായൻ പറഞ്ഞപ്പോ എന്താ കാറ്റടങ്ങി കടൽ ശാന്തമാക്കി? യജമാനൻ പറയുന്നത് കേൾക്കണ്ടേ? ഒരു അത്തിവൃക്ഷത്തേലോട്ട് നോക്കി വിശന്ന് വന്നയായിരുന്നു. നിന്നിൽ എന്തേലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. സങ്കടം കൊണ്ട് പറയാ, നിന്നിൽ ഇനി അത്തി ഉണ്ടാകാതെ. സത്യം പറയാം, അത്തി തന്നെ ഉണങ്ങിപ്പോയതല്ല. പ്രപഞ്ച സൃഷ്ടാവിന്റെ വാക്കിന്റെ മുമ്പിൽ എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചവൻ എനിക്ക് ഒരു നന്മയും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് അവൻ നിന്ന് ഉരുകിപ്പോയതാണ്. പിറ്റേ ദിവസം വരുമ്പോ അതിനകത്ത് ഒരു സാധനമില്ല. അത്തി മുതൽ കടല് മുതൽ ആഴക്കടലിന്റെ അടിത്തട്ടിലൂടെ ഓടിപ്പോയ മീന്റെ വായ്ക്കകത്ത് ടാക്സ് കൊടുക്കാനുള്ള പൈസ സെറ്റ് ചെയ്തിട്ട്, നിങ്ങൾക്കറിയാമോ, ഗലീല കടലിൽ ചില്ലറയും ചില്ലുവാനും മീനല്ലോ. ഇത്രയും മത്സ്യങ്ങൾ ഓടിക്കളിക്കുന്ന ഗലീല കടലിന്റെ അടിത്തട്ടിലൂടെ പോയ ഒരു മീന്റെ വായ്ക്കകത്ത് ശത്രുധർമ്മ നാണയം പത്തോസിന് ടാക്സ് അടയ്ക്കാനുള്ള പൈസ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ ചൂണ്ട വലിച്ചെറിയുമ്പോൾ, ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്നേ. ഈ മീൻ ഏതെല്ലാം ചൂണ്ടയിൽ പോയി ഉടക്കാം. ഒരു മീൻ ഒരാളുടെ വലയിലാണോ കയറുന്നത്? ഏതെല്ലാം വലയിൽ കയറാം. ആരൊക്കെ ചൂണ്ടയിടുന്നു, ആരൊക്കെ വലയിടുന്നു, ആരെല്ലാം മീൻ പിടിക്കാൻ ആ കടലിലൂടെ നടക്കുന്നു. പക്ഷേ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തതിനെ നിന്റെ ചൂണ്ടക്കകത്ത് കൊണ്ടു കയറ്റുന്ന ഒരു കർത്താവ് എന്ന് ജീവിക്കുന്നുണ്ട്. മീന്റെ വായിക്കാത്തൊരു സാധനം ഇരിക്കുകയാണെങ്കിൽ മീൻ ഒരിക്കലും അടുത്ത തീറ്റ കൊതുകല്ല. മീന്റെ വായിക്കകത്ത് ഈ നാണയം ഇരിക്കുക, ചൂണ്ട കൊത്താൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ഉടയതമ്പുരാന്റെ വാക്ക്, പ്രപഞ്ച സൃഷ്ടാവിന്റെ വാക്ക് മീന്റെ മേളിൽ കിടക്കുകയാണ്. കൊത്തിക്കോണം അവന്റെ ചൂണ്ടയിൽ, പിന്നെ കൊത്താതിരിക്കാൻ പറ്റില്ല. പുഴുവിനെ കൽപ്പിച്ചാക്കി ആവണക്ക് മുഴുവൻ കുത്തി ഉണങ്ങിക്കോണം. പുഴുവിനെ കൽപ്പില്ലെങ്കിലും ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. കാരണം സൃഷ്ടാവിന്റെ വാക്കാണ്. ബിലെയാം എന്ന പേരുള്ള മനുഷ്യൻ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ദൈവം തമ്പുരാൻ ഇവനോട് ഇടപെടണം. ഇസ്രായേൽ ജനം ഒരിക്കലും ശപിക്കപ്പെടരുത്. ദൈവം എന്നാ ചെയ്തെന്നറിയോ? ബിലെയാമിനോട് സംസാരിക്കാൻ മറ്റൊരു പ്രവാചകനോ മറ്റൊരു വ്യക്തിത്വമോ അവിടെ ഇല്ലായകയാൽ ദൈവം തമ്പുരാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുതയെ കൊണ്ട് ഹീബ്രു പറയിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന കഴുത മലയാളം പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവൂ? യഹൂദയ നാട്ടിലുള്ള ഇസ്രായേലിലുള്ള ഈ മനുഷ്യന്, ബിലെയാം എന്ന് പറയുന്ന മനുഷ്യന് ഹീബ്രു പറഞ്ഞാലേ മനസ്സിലാവൂ. കഴുത ഹീബ്രുവിൽ പറഞ്ഞു പറയാനുള്ളത് മുഴുവൻ. അപ്പൊ കഴുതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ദൈവം? തന്റെ ജനത്തിനു വേണ്ടി ദൈവം കഴുതയോട് ഇടപെട്ടോ? മറുപടി പറഞ്ഞ കഴുതയോട് ഇടപെട്ടോ? തന്റെ ജനത്തിന്റെ
നിന്റെ മാനസാന്തരത്തിന് വേണ്ടി യോനായെ നിനവയിലെത്തിക്കാൻ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തോട് ഇടപെട്ടോ? ഏറ്റവും ചെറിയ ജീവിയായ പുഴുവിനോട് ഇടപെട്ടോ? ഏലിയാവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കാക്കയോട് ദൈവം ഇടപെട്ടോ? എന്റെ ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം അവന്റെ പക്കലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി ചില വ്യക്തികളോട് ഇന്ന് രാത്രിയിൽ ദൈവം ഇടപെടുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ